എന്തായാലും നിങ്ങളുടെ അതായത് പാട്ട് ഡാൻസ് അത് ഇതൊക്കെ നമ്മള് എന്താ അടിപൊളിയാണെന്ന് മനസ്സിലാക്കി. ഇനി ഗെയിമിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ഗെയിം സെക്ഷനും കൂടി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ സെഗ്മെന്റിന്റെ പേരാണ് പണിപാളി. പണിപാളി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ പണിപാളുന്ന ഗെയിമാണ്. എന്നാലും നോക്കാം. ഓക്കെ, യെസ്. അപ്പോ രണ്ടുപേരും റെഡിയാണല്ലോ? പണിപാളിയിലേക്ക് പോകാം. സോ പണിപാളി എന്നുള്ള സെഗ്മെന്റിൽ ഞാനൊരു പണി പെട്ടിയുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളുണ്ട്. കുസൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചളി ചോദ്യങ്ങളാണ്. ആ ഒരു ലെവലിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ആർക്കാണ് ഉത്തരം മനസ്സിൽ വരുന്നത് അവർ ഓടിപ്പോയി ബലൂൺ പൊട്ടിക്കുക, ഉത്തരം പറയാം. ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഫസലിക്ക് ഒരു ആൻസർ കിട്ടി. യെസ് എന്ന് പറഞ്ഞു. ഓടിപ്പോയി ബലൂൺ പൊട്ടിക്കുക, ഒരു ഉത്തരം പറയാം. ആ ഉത്തരം ശരിയാണെങ്കിൽ നമ്മള് ലീന ചേച്ചിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കും. ഇനി ആ ഉത്തരം ഫസലിക്ക പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിലോ പണിഷ്മെന്റ് താങ്കൾ തന്നെ എടുക്കണം. ഓക്കെ, ശരി. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഇത് നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായി ചെയ്യുന്നു. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചായിട്ടുള്ള ഉത്തരം പറയണം ബലൂൺ പൊട്ടിച്ചിട്ട്. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. അടിപൊളി, കറക്റ്റ്. ജാങ്കോ ഞാൻ പെട്ടു. പ്രപ്പോസ് ചെയ്യണം. ലീന ചേച്ചിയെ പ്രപ്പോസ് ചെയ്യണം. പറ്റില്ല, ചെയ്യണം. ഒരു മ്യൂസിക് ഇട്ട് തരും. പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് നമ്മൾ ഒരു ഇഷ്ടം ഒരു പെൺകുട്ടിയോട് പറയുന്നു. ലീന, ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്തോ ടെൻഷനല്ലേ പ്ലീസ്. എന്തോ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങൾ കുറെ നാളായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നോക്കല് പേടിയാവും. സത്യം പറഞ്ഞാൽ പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര നാളെ പറയാറുള്ളത്. ആണോ? ശരി, പറഞ്ഞോ. കാരണമില്ല, ഈ ഡ്രസ്സ് ഭയങ്കര ബോറാണ്. ഇത് പറയാനാണോ ഇത്രയും നാളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നത്? നേരത്തെ പറഞ്ഞൂടായിരുന്നു. പിന്നെ നീ എന്താ വിചാരിച്ചത്? നിന്റെ പുറകെ നടക്കുന്ന ഓടിയോട്. അടുത്തത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും നല്ല ചളിയാണ്. കാർ മേഘത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കാർ മേഘത്തിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞോ. എനിക്ക് ഒരുപാട് ചളികൾ ഇങ്ങനെ ഈ കാർ മേഘത്തിന് ഇംഗ്ലീഷിലേക്ക് ചിന്തിക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കാം. കാർ മേഘത്തിന്റെ ഇംഗ്ലീഷ് അല്ല, പക്ഷെ ആ വേർഡിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇംഗ്ലീഷുകരിക്കാം. കാർ മേഘം എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ ചളി പറയട്ടെ. ചളി പറ. ബൈക്ക് മേക്കപ്പ്. ചേച്ചി, അതായത് തൊട്ടടുത്ത് എത്തി. ആ ബൈക്കിന് പകരം കാർ മേ നോട്ട് കം എന്ന് പറയണം. ഓ, അങ്ങനെ. കാർ കിളിപ്പോയി കിളിപ്പോയി. കാർ മേ കം ഇതിന്റെ ഓപ്പോസിറ്റ് കാർ മേ നോട്ട് കം. മനസ്സിലായി. ഓക്കെ, എടുത്തോ. നീയല്ലേ ഇവളല്ലേ ബൈക്കല്ലേ? അല്ല, പക്ഷെ ഞാൻ ഏതാണ്ട് അടുത്ത് പറഞ്ഞു. ഇല്ല, ഏതാണ്ട് അടുത്തൊന്നുമില്ല. എന്താ? 10 ഏത്തട. സൂപ്പർ സിമ്പിൾ. 2 3 കുരിയണം. 4 5 6 7 8 9 10. സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കണം. ചളി. ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട. ക്യാരറ്റ്. എന്ത്? ഉത്തരം പറയാൻ പോകുന്നു. ക്യാരറ്റ് കട. ക്യാരറ്റ് കടയിൽ ക്യാരറ്റ് മാത്രമേ കിട്ടൂ. ലോജിക്കല്ല. ചളി. ക്യാരറ്റ് മാത്രം. ക്യാരറ്റ്. ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞു വേണമെങ്കിൽ. ക്യാരറ്റ്. ഞാൻ ജ്വല്ലറി. 916 ക്യാരറ്റ്. സ്ലോ മോഷനിൽ ഓടുക. മ്യൂസിക്. ആളുകൾ ആഗ്രഹിക്കാത്ത പണം.
ആളുകൾ ആഗ്രഹിക്കാത്ത പണം. നമ്മൾ ആരും ഇത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കില്ല ഈ പണം. ആ പൊട്ടിക്ക്. ആളുകൾ ആഗ്രഹിക്കാത്ത പണം. ഞാൻ ചാൻസ് തരാം, വേണേ ഉത്തരം പറഞ്ഞു. ഞാൻ തെറ്റിക്കും. തർപ്പണം. തർപ്പണോ? ആ തർപ്പണം ചെയ്യാ. ഈ ആൻസറിനൊക്കെ രണ്ടെണ്ണം അതെ തർപ്പണമല്ല. അല്ല, ചേട്ടൻ എന്തെങ്കിലും പറയണ്ടോ? ഇല്ലടാ, എനിക്ക് ഇതിനകത്തൊന്നുമില്ലടാ ഈ കാണുന്ന ഇത്. ആരോപണം. ആരോപണം. നമ്മൾ ആരോപണം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അതെ, എടുത്തോ. ശരിയാ ശരി. ട്രാഫിക് ഉള്ള റോഡിൽ സാങ്കല്പിക കാർ ഓടിക്കുക. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കണേ? ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക്. അവിടെ എന്തുവാടാ ചെയ്യുന്നത്? വണ്ടി എടുത്തോട്ട് പോടാ. ഇപ്പുറത്തെ വണ്ടി വരുന്നു. ഇപ്പുറത്തൂടെ എടുക്കും. ഗിയർ ചേഞ്ച് ചെയ്യ്. ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക്. തിരിച്ച് വീട്ടിൽ പോ. ഇനി അടുത്ത ചോദ്യം. പൊടിയിട്ടാൽ വടിയാകുന്ന സാധനം എന്ത്? അതെന്തായാലും അറിയാം. പൊടിയിട്ട് വടിയാകും. ഇതും എനിക്കറിയാം. പൊടിയിട്ടാൽ പൊടിയിട്ടാൽ വടിയാകും. പാത്രത്തില് പൊടിയിട്ടു, കുറച്ച് കഴിയുമ്പോ അത് വടിയാവും. പുട്ട്. Thank you very much. സ്വാസികയെ കുറിച്ച് രണ്ടുപേരും കവിത ചൊല്ലുക. ചുവന്ന ബ്ലൗസിൽ കുളിച്ചു നിൽക്കും ഈ യുവതി, അവളുടെ നാമം സ്വാസിക. ഏവരുടെയും ഉള്ളിൽ കുടിയേറുന്നൊരു അപ്സര കന്യക സ്വാസിക. സന്താരി താരി തരാരി താരോ. അല്ല, ഞാൻ ട്യൂണിട്ട് കൊടുത്തേ. വൈപ്പാണെങ്കിലും നീണ്ട മുടിയോടുകൂടി സ്റ്റേജിൽ വരുന്നവൾ സ്വാസിക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും വെപ്രാളപ്പെട്ട് ഫുട്ബോൾ കളിക്കുന്ന രാജ്. ഫുട്ബോൾ. ഏറ്റവും വെപ്രാളപ്പെട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു രാജ്യം. ഫുട്ബോൾ. കിട്ടി. ഇല്ലല്ലോ, നിനക്ക് കിട്ടത്തില്ല. ബിക്കോസ് യു ഡോണ്ട് നോ അബൌട്ട് ഫുട്ബോൾ. ഓക്കേ. ഏതാ ആൻസർ പറ? എന്താ ആൻസർ മറന്നുപോയി. അർജന്റീന. വെരി ഗുഡ്, സൂപ്പർ. താങ്ക് യു വെരി മച്ച്. കറക്റ്റ് ആൻസർ. കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ആൻഡ് പണിഷ്മെന്റ്, ലാസ്റ്റ് പണിഷ്മെന്റ് ടേക്ക്. ഇതിപ്പോ ഞാൻ കുറെ പണിഷ്മെന്റ് ക എന്ന അക്ഷരം വരാതെ സംസാരിക്കുക. അടിപൊളി. സംസാരിക്കുക. ക എന്ന അക്ഷരം വരരുത്. വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? ഒരാൾ. ഒരു ആരാണ്? ഒരു പെൺമകൾ. വന്നല്ലോ. തോറ്റേ. ഓക്കേ. നല്ല രസമായ റൗണ്ടാണ് സത്യം പറഞ്ഞു. ശരിക്കും എൻജോയ് ചെയ്തു. ഇനി നമുക്ക് ആരെ ജയിച്ചെന്നറിയണ്ടേ? തീർച്ചയായിട്ടും. യെസ്, ഈ ഒരു ഗെയിമിൽ, പണി പാളിയ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് തോറ്റിരിക്കുന്നത് എപ്പോഴും തോൽക്കാൻ വിധിക്കപ്പെട്ടവനാണല്ലോ ഞാൻ. നേരത്തെ പറഞ്ഞല്ലോ, പുതിയ അനുഭവമല്ല. ഒരു അലങ്കാരമായി കാണുന്ന ഫസൽ സന്തോഷത്തോടെ സ്വീകരിക്കും. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സമ്മാനം കൊടുക്കാം.